ഓഗസ്റ്റ് 25 മുതൽ യുഎസിലേക്കുള്ള തപാൽ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച് ഇന്ത്യ. ഓഗസ്റ്റ് 29ഓടെ പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന ട്രംപിന്റെ പുതിയ കസ്റ്റംസ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. അനുപമ ശ്രീദേവി ചേരുന്നു വിവരങ്ങളുമായി. അനുപമ, ഈ പുതിയ തീരുവകളുടെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ നടപടികളാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ? ഈ ലക്ഷ്മി പത്മ, ഏകദേശം ഈ കഴിഞ്ഞ ജൂലൈ 30 ട്രംപ് പുറപ്പെടുവിച്ച ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നത്. നേരത്തെ ഈ അന്താരാഷ്ട്ര തപാൽ സർവീസുകൾക്ക് യു എസ് ഒരു $800 വരെയുള്ള ഒരു പരിധി നിശ്ചയിച്ചിരുന്നു. അതായത് $800 വരെ മൂല്യമുള്ള തപാൽ വസ്തുക്കൾക്ക് ഡ്യൂട്ടി ഫ്രീ ആയിരുന്നു, അതായത് ഇറക്കുമതി തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ആ ഒരു ഉത്തരവ് പിൻവലിച്ചുകൊണ്ടാണ് ട്രംപ് കഴിഞ്ഞ ജൂലൈ 30 ഒരു പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഈ വരുന്ന ജൂലൈ 29 മുതൽ ഈ ഡ്യൂട്ടി ഫ്രീ $800 വരെയുള്ള ആ ഒരു പരിധി എടുത്തു മാറ്റിയിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഈ നിർദ്ദിഷ്ട അതായത് US കസ്റ്റംസ് പെട്രോളിങ്ങിൻ്റെ അംഗീകാരമുള്ള കമ്പനികൾ വഴിയുള്ള ഈ തപാൽ സർവീസുകൾക്ക് മാത്രമേ ഇങ്ങനെയൊരു സർവീസ് നടത്തുന്നതിന് ഉള്ള ഒരു അനുമതി ഉള്ളൂ എന്ന നിലയ്ക്കൊരു ഈ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ ഒരു ജൂലൈ 30 പുറപ്പെടുവിച്ച ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവും അതുപോലെ തന്നെ US കസ്റ്റംസ് ബോർഡർ പെട്രോൾ ഒരു മാർഗനിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ഈ മാർഗനിർദ്ദേശങ്ങളിലെ അവ്യക്തത മൂലം ഓഗസ്റ്റ് 25 ശേഷം ഈ കാരിയർ സർവീസുകൾ നടത്താൻ പറ്റില്ല എന്ന് US കമ്പനികൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ അല്ലെങ്കിൽ അവ്യക്തതയുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇന്ത്യ ഈ ഓഗസ്റ്റ് 25 മുതൽ താൽക്കാലികമായിട്ട് US-ലേക്കുള്ള പോസ്റ്റൽ സർവീസുകളെല്ലാം നിർത്തിവെക്കുകയാണെന്നുള്ളൊരു തീരുമാനം തപാൽ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഉത്തരവ് ബാധകമാകാത്ത വസ്തുക്കൾ എന്ന് പറയുന്നത് $100 പരിധിയിൽ വരുന്നതാണ്. എഴുത്തുകൾ, അതായത് ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ ഈ സമ്മാന പാഴ്സലുകളെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ $100 പരിധിയിൽ വരുന്ന പാഴ്സൽ വസ്തുക്കൾ. ഇവ മാത്രമാണ് ഈ ഒരു തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ആ വസ്തുക്കളുടെ വിനിമയത്തിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. ഇപ്പോൾ ഈ സസ്പെൻഷനിൽ ആ വസ്തുക്കൾ ഉൾപ്പെടുന്നില്ല എന്നും തപാൽ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ അവ്യക്തത നീക്കുന്നതിന് ഈ US കസ്റ്റംസ് ബോർഡർ പെട്രോളുമായിട്ടും അതുപോലെ തന്നെ US പോസ്റ്റൽ സർവീസുമായിട്ടുമുള്ള ആശയവിനിമയം നടത്തി വരികയാണെന്നും അവിടെ നിന്ന് കൂടുതൽ വ്യക്തത ലഭിക്കുന്നതിനനുസരിച്ച് ഈ സർവീസുകൾ പുനഃസ്ഥാപിക്കാമെന്നുമാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഈ $800 വരെയുള്ള പരിധി എടുത്ത് മാറ്റുമ്പോൾ പകരമായിട്ട് വരുന്നത് ഓരോ രാജ്യങ്ങൾക്കും, അതായത് രാജ്യങ്ങൾക്ക് മേൽ ഈ ട്രംപ് ചുമത്തിയിട്ടുള്ള തീരുവ അനുസരിച്ചുള്ള കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ഓരോ രാജ്യങ്ങൾക്കും മേൽ ചുമത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മേലുള്ള കസ്റ്റംസ് തീരുവ വളരെ ഉയർന്നത് തന്നെയായിരിക്കും. ആ ഒരു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.